أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما جعل السبت على الذين اختلفوا فيه وإن ربك ليحكم بينهم يوم القيامة فيما كانوا فيه يختلفون. صدق الله العظيم. സൂറത്തുൻ നഹ്ല് 124. ഇന്നമാ ജുഇല സബ്തു, നിശ്ചയം സബ്ത്ത് ഏർപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് അലല്ലദീന ഇഖ്തലഫു, ഭിന്നിച്ചവരുടെ മേൽ മാത്രമാകുന്നു. ഫീഹി, അദ്ദേഹത്തിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ദീനിൽ എന്നർത്ഥം. വ ഇന്ന റബ്ബക, നിശ്ചയം താങ്കളുടെ റബ്ബ്, ലയഹ്കുമു ബൈനഹും, അവർക്കിടയിൽ വിധി കൽപ്പിക്കുക തന്നെ ചെയ്യും. യൗമൽ ഖിയാമ, അന്ത്യനാളിൽ. ഫീമാ കാനു ഫീഹി യഖ്തലിഫൂൻ, ഫീമാ, ഒന്നിൽ, കാനു, അവരായിരുന്നു, ഫീഹി, അതിൽ, യഖ്തലിഫൂൻ, അവർ ഭിന്നിക്കുന്നു, അഥവാ അവർ ഭിന്നിക്കുന്നവരായിരുന്ന കാര്യത്തിൽ എന്നർത്ഥം. മുകളിൽ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മില്ലത്ത് നേരെ ചൊവ്വെ പിൻപറ്റണം എന്ന് താങ്കളോട് കൽപ്പിച്ചിട്ടുമുണ്ട് എന്ന് പറഞ്ഞല്ലോ. ഇബ്രാഹിം അലൈഹിസ്സലാമിനെ കുറിച്ചാണ് ഈ പറഞ്ഞു വരുന്നത് മുഴുവനും. ഇന്ന ഇബ്രാഹിമ കാന ഉമ്മത്തൻ ഖാനിത്തൻ, അദ്ദേഹം വിനയാന്വിതനായ ഒരു പ്രസ്ഥാനമായിരുന്നു, മുശ്രിക്കുകളിൽ പെട്ടവനായിരുന്നില്ല, നിഅമത്തിന് നന്ദിയുള്ളവനായിരുന്നു. അദ്ദേഹത്തെ അള്ളാഹു പ്രത്യേകം തെരഞ്ഞെടുത്തു, നിർവഴി കാട്ടിക്കൊടുത്തു. അതുപോലെ ദുനിയാവിൽ അദ്ദേഹത്തിന് ഹസനത്ത് നൽകി, പരലോകത്തും അദ്ദേഹം സാലിഹ്യങ്ങളിൽ പെട്ടവനാണ്. പിന്നെ അതിന്റെ പുറമെ താങ്കൾക്ക് വഹിയും തന്നു, അഥവാ ഇതുവരെയുള്ള ആളുകളിൽ തന്നെ അദ്ദേഹത്തിന് ഹസനത്താണ്. ഇനി ഉണ്ടാകാൻ പോകുന്ന ഗംഭീരമായ ഇസ്ലാമിക സമൂഹത്തിന്റെ നായകനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ മില്ലത്ത് പിൻപറ്റാൻ പറഞ്ഞു. പിന്നെ അദ്ദേഹത്തെ അവകാശപ്പെടുന്ന മുശ്രിക്കുകൾ, അതിൽ അദ്ദേഹം പെട്ടവനുമായിരുന്നില്ല. അത്രയും പറഞ്ഞല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം അന്തരീക്ഷത്തിലുണ്ട്. അതെന്താന്ന് വെച്ചാല്, ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ മില്ലത്ത് പിൻപറ്റാനാണ് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നതെങ്കിൽ ആദ്യം വേണ്ടത് ശനിയാഴ്ച ആരാധനാ ദിവസമായിട്ട് നിശ്ചയിക്കുകയില്ല. ആ സബത്താണ് ഇവിടെ പറയുന്നത്. കാരണം സാബത്ത് എന്നാണ് ഇപ്പൊ പറയാ. ആ സാബത്തില് അതിക്രമം ചെയ്ത ആളുകൾക്ക് കടുത്ത ശിക്ഷ കൊടുത്തത് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. ഉദാഹരണം സൂറത്തുൽ ബഖറയിൽ, വലഖദ് അലിംതുമുല്ലദീന അഅ്തദൂ മിൻകും ഫിസ്സബ്തി ഫഖുൽനാ ലഹും കൂനൂ ഖിറദതൻ ഖാസിഈൻ. സാബത്ത് നാളിൽ അതിക്രമം ചെയ്തവരെ കുരങ്ങാക്കി കളഞ്ഞ കഥ പറയുന്നുണ്ട്. അങ്ങനെ ആണല്ലോ പിന്നെ ഇബ്രാഹിമിന്റെ മില്ലത്ത് എന്ന ഒരു ധാരണ അറബികൾക്കുമുണ്ട്. കാരണം ഇബ്രാഹിമിന്റെ മതം പിന്തുടരുന്ന ആളുകൾ ജൂതന്മാരാണ് എന്നാണ് അറബികൾ അന്ന് ചിന്തിക്കുന്നത്. വേദത്തിന്റെ നബിമാരുടെയൊക്കെ ആളുകൾ അവരാണ്. എന്നിട്ട് ഇയാൾ എന്താണ് സാബത്ത് ആചരിക്കാത്തത്? ജൂതന്മാരോട് പോയി ചോദിക്കും മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്. അപ്പൊ അവര് മക്കയിലെ മുശ്രിക്കുകൾക്ക് പറഞ്ഞു കൊടുക്കും, പിന്നെ സാബത്ത് ആചരിക്കുന്നുണ്ടോ? ഇല്ല. എന്നാ പിന്നെ ഞങ്ങളുടെ ആളല്ല. അപ്പൊ ഇങ്ങനെ നിലനിൽക്കുന്ന ഈ സംശയത്തിന് ജൂതന്മാർക്കും മുശ്രിക്കുകൾക്കും മറുപടിയാകാൻ പറയുകയാണ്, ഈ സാബത്ത് എന്ന് പറയുന്നത് ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ കാലത്ത് ഉണ്ടായിരുന്നതല്ല. അദ്ദേഹത്തിന്റെ ദീനിൽ നിന്ന് തെറ്റിപ്പോയി ബഹുദൂരം അകന്നുപോയ ആളുകളെ രണ്ടാമത് നേർവഴിയിലാക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട മൂസാ അലൈഹി സ്വലാമിന്റെ ശരീഅത്തിൽ നിശ്ചയിക്കപ്പെട്ട ആരാധനാ ദിവസമാണ് ശനിയാഴ്ച എന്ന് പറയുന്നത്. അല്ലാതെ ഇബ്രാഹിം അലൈഹിസ്സലാം ശനിയാഴ്ച ആചരിച്ചിരുന്നു എന്ന് അതിനർത്ഥമില്ല. അതൊക്കെ അദ്ദേഹത്തിൽ നിന്ന് തെറ്റിപ്പോയ ആളുകൾക്ക് തെറ്റിയപ്പോൾ ഉണ്ടായതല്ല. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ദീനിൽ നിന്ന് തെറ്റിപ്പോയ ആളുകളെ പിന്നെ നന്നാക്കാൻ വേണ്ടി വന്ന മൂസാ അലൈഹിസ്സലാം, അദ്ദേഹത്തിന്റെ കാലത്ത് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം നിശ്ചയിച്ചതാണ് സാബത്ത്. അതുകൊണ്ട് തന്നെ ഇബ്രാഹിമിന്റെ മില്ലത്ത് പിൻപറ്റുന്നവരെല്ലാം ശനിയാഴ്ചയെ പുണ്യദിനമായി കാണണം, അങ്ങനെയൊന്നും ഇല്ല എന്നർത്ഥം. അത് അവർക്ക് പ്രത്യേകമായുള്ളതാണ്. ഏതുപോലെ ഇബ്രാഹിം അലൈഹിസ്സലാം പടുത്തുയർത്തിയ ആരാധനാ കേന്ദ്രം
കഅബയാണ്. എന്നാൽ അവിടെ ജനവാസമില്ലാത്ത സ്ഥലമായി ആയിരുന്നതുകൊണ്ട് അത് വളർന്നു വരുന്നത് വരെ ഇടക്കാല താവളം എന്നതുപോലെ ഇബ്രാഹിം അലൈഹി ഇസ്ലാം സ്വീകരിച്ച ഭവനമാണ് ബൈത്തുൽ മഖ്ദിസ്. അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പിൽക്കാലത്ത് അദ്ദേഹത്തിന്റെ സമൂഹം വളർന്നു വരുന്നത്. അതിൽ നിന്ന് തെറ്റിപ്പോയി ആയ ആളുകളാണ് ജൂതന്മാരായത്. ആ ആളുകളെ ബനി ഇസ്രായേല്യരായ ആളുകൾ ഈജിപ്തിൽ മർദ്ദിതരായി കഴിയുമ്പോൾ അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി വന്നതാണ് മൂസ അലൈഹിസ്സലാം. മൂസ അലൈഹിസ്സലാമിന്റെ ശരീഅത്തിൽ അവർക്ക് പുണ്യദിനമായി നിശ്ചയിക്കപ്പെട്ടതാണ്. അതിന്റെ മുമ്പ് അതില്ല എന്നർത്ഥം. അഥവാ യാക്കൂബ് നബിക്കോ ഇസ്രായേൽ സന്തതികൾക്ക് പോലുമോ മൂസ അലൈഹിസ്സലാമിന്റെ മുമ്പ്, തൗറാത്തിന്റെ മുമ്പ് ശനിയാഴ്ച പുണ്യദിനമല്ല. പിന്നെ ഏത് ദിനമായിരുന്നു? അത് വെള്ളിയാഴ്ചയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് തന്നെ അത് ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. അവര് അതിൽ നിന്ന് തെറ്റിപ്പോയത് ആദ്യം വെള്ളിയാഴ്ചയായിരുന്നു, പിന്നീട് തെറ്റിപ്പോയ ആളുകളാണ്. പിന്നെ അതേസമയത്ത് തെറ്റിപ്പോയ ആളുകളുടെ തെറ്റലിന്റെ ഭാഗമായിട്ട് ശനിയാഴ്ചയാക്കിയതല്ല, അവരെ നന്നാക്കാൻ വേണ്ടി ശനിയാഴ്ച അവർക്ക് നിശ്ചയിച്ചു കൊടുത്തതാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹുദൈഫത്തുൽ ഉസ്മാനി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ് കാണാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദല്ലല്ലാഹു അനിൽ ജുമുഅത്തി മൻ കാന ഖബലന. യൗമുൽ ജുമുഅയിൽ നിന്ന് നമ്മുടെ മുമ്പുള്ള ആളുകളെ അല്ലാഹു തആല തെറ്റിച്ചു കളഞ്ഞു. ഫക്കാന ലിൽ യഹൂദി യൗമുസ് സബ്ത്. അങ്ങനെ യഹൂദന്മാരായ ആളുകൾക്ക് സബ്ത്തുണ്ടായി. ഫക്കാന ലിൻ നസാറ യൗമുൽ അഹദ്. പിന്നെ യൗമുൽ അഹദ് ഉണ്ടായി ക്രിസ്ത്യാനികൾക്ക്. ഫജാഅനല്ലാഹു ബിഹാ ഫഹദാനല്ലാഹു ലി യൗമുൽ ജുമുഅ. പിന്നീട് അല്ലാഹു തആല നമ്മെ കൊണ്ടുവന്നു, എന്നിട്ട് നമുക്ക് യൗമുൽ ജുമുഅയിലേക്ക് വഴികാട്ടി തന്നു. ഫജഅല ജുമുഅത വസ്സബ്ത വൽ അഹദ. അങ്ങനെ ഇത് മൂന്നെണ്ണം ഉണ്ടായി. വകദാലികഹും തബഉൽ ലനാ യൗമൽ ഖിയാമ. നമ്മളുടെ പിന്നാലെ വരുന്നവരാണ് അവർ അന്ത്യനാളിൽ. നഹ്നുൽ ആഖിറൂന മിൻ അഹ്ലി ദുനിയ. ദുനിയാവിൽ അവസാനം വന്നവർ നമ്മളാണ്. വൽ അവ്വലൂന യൗമൽ ഖിയാമ. അന്ത്യനാളിൽ ആദ്യം വരുന്നവരും, ആദ്യം വരിക നമ്മുടെ ദിവസമാണ്. വൽ മഖ്ലിയു ബൈനഹും ഖബ്ലൽ ഖലായിഖ്. അങ്ങനെ പിന്നെ ആ സകല സൃഷ്ടികൾക്ക് മുമ്പ് നമ്മളാണ് മഖ്ലി, അഥവാ നമ്മുടെ കാര്യമാണ് തീരുമാനിക്കുക എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സഹിഹായ ഹദീസുകളിൽ കാണാൻ കഴിയുന്നതാണ്. അപ്പൊ ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ കാലത്ത് വെള്ളിയാഴ്ചയായിരുന്നു. പിന്നീട് തെറ്റിപ്പോയ ആളുകളെ ശരിയാക്കാൻ വേണ്ടി ശനിയാഴ്ച നിശ്ചയിച്ചു. അതുകൊണ്ടാണ് ശനിയാഴ്ചയിൽ അതിക്രമം കാണിച്ച ആളുകളെ കുരങ്ങാക്കിയ കഥയും ഒക്കെ അല്ലാഹു തആല തന്നെ പറയുന്നുണ്ട്. അഥവാ അവർക്ക് ശരീഅത്താക്കി കൊടുത്തതായിരുന്നു ഇടക്കാല ശരീഅത്ത് എന്നുള്ള നിലക്ക് ബൈത്തുൽ മഖ്ദിസും അതുപോലെ ഈ ശനിയാഴ്ചയും. പിന്നെ ഞായറാഴ്ച ഉണ്ടായ കഥ ഞാൻ പറഞ്ഞ ഹദീസിൽ സൂചിപ്പിക്കുന്നുണ്ട്. അത് പിൽക്കാലത്ത് ഈസാ അലൈഹിസ്സലാം ആചരിച്ചിരുന്നത് ശനിയാഴ്ചയാണ്. ക്രിസ്ത്യാനികൾ തന്നെ അത് പറയാറുണ്ട്. ജൂത നിയമ പാരമ്പര്യം അനുസരിച്ച് ജീവിക്കുന്ന ആളായിരുന്നു യേശു എന്ന്. പിന്നീട് കോൺസ്റ്റാന്റിനോപ്പിൾ, ഈ ഗ്രീക്ക് ക്രൈസ്തവത വളർന്നു വന്നതിന്റെ ശേഷമാണ് യഹൂദന്മാരോട് ഭിന്നരാകാൻ വേണ്ടിയിട്ട് അവരുടെ പുണ്യദിനമല്ലാത്ത ഒരു ദിനം നമ്മുടെ പുണ്യദിനമാക്കുക എന്ന് ക്രിസ്ത്യാനികൾ തീരുമാനിച്ചപ്പോൾ അവരെ അത് കൃത്രിമമായിട്ട് ഉണ്ടാക്കിയെടുത്തതാണ് ഈസാ നബിക്ക് ശേഷം ഞായറാഴ്ച എന്ന് പറയുന്നത്. അതും ഈസാ നബിയും കൂടി യഥാർത്ഥത്തിൽ യാതൊരു ബന്ധവുമില്ല. അങ്ങനെ അതാണ് ശനിയാഴ്ചയുടെ കഥ. അപ്പോൾ മക്കയിലെ മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സാബത്ത് ആചരിക്കാത്തത് എന്താണെന്ന് ചോദിക്കുന്നതിലോ, അല്ലെങ്കിൽ ജൂതന്മാരോട് പോയി ചോദിക്കുമ്പോൾ സാബത്ത് ആചരിക്കുന്നില്ലെങ്കിൽ ഞങ്ങളുടെ ആളല്ല, ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ആളല്ല എന്നൊക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയുന്നതിലോ ഒന്നും യാതൊരു യാഥാർത്ഥ്യവുമില്ല. കാരണം ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ ദീനുമായിട്ട് യാതൊരു ബന്ധവും യഥാർത്ഥത്തിൽ ഈ ശനിയാഴ്ച ആചരണത്തിന് ഇല്ല എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. എന്നാലും ആ തർക്കം നിലനിൽക്കുകയാണല്ലോ. അതിനുള്ള മറുപടിയാണ് പിന്നെ പറയുന്നത്. വഇന്ന റബ്ബക ലയഹ്കുമു ബൈനഹും യൗമൽ ഖിയാമ ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ. നിശ്ചയം താങ്കളുടെ റബ്ബ് ലയഹ്കുമു ബൈനഹും യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അവർക്കിടയിൽ വിധി കൽപ്പിക്കും. അഥവാ ആരാണ് യഥാർത്ഥത്തിൽ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ പിന്മുറക്കാർ, ആരാണ് അദ്ദേഹത്തിന്റെ ദീനിലുള്ളത്, സത്യത്തിലുള്ളത് ആരാണ് എന്നൊക്കെ. ഇവിടെ ഇഖ്തലഫു ഫീഹി എന്ന് പറഞ്ഞത് ഇബ്രാഹിം അലൈഹി സ്വലാമിൽ നിന്ന് അഥവാ അദ്ദേഹത്തിന്റെ ദീനിൽ നിന്ന് തെറ്റിപ്പോയവരെയാണ്. നേരത്തെയും ഖുർആൻ പ്രയോഗിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഈ ജൂതമതം ഉണ്ടാകുന്നത് ദീനിൽ നിന്ന് തെറ്റിപ്പോയവരാണ്. അതുപോലെ ക്രിസ്തു മതമായിട്ട് മാറുന്നത് അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് തെറ്റിപ്പോയവരാണ്.
എന്നാൽ ഇബ്രാഹിം അലൈഹിസ്സലാം, ഇസ്ഹാഖ്, യാക്കൂബ്, അതുപോലെ യൂസുഫ്, മൂസ, ഈസ, യഹ്യ, സക്കരിയ ഇവരൊക്കെ ഒരേ ദീനിൽ ഉള്ളവരാണ്. അതിൽ നിന്ന് വിവിധ കാലങ്ങളിൽ തെറ്റിപ്പോയവർ വിവിധ മതമാകുകയാണ് ചെയ്യുന്നത് എന്നർത്ഥം. അതാണ് ഇവിടെയും സൂചിപ്പിക്കുന്നത്. ആ തെറ്റിപ്പോയ ആളുകൾ എന്നിട്ട് ഞങ്ങളാണ് യഥാർത്ഥ ദീനിന്റെ ആളുകൾ എന്ന് അവകാശവാദം ഉന്നയിക്കുകയാണ്. അതിൽ അള്ളാഹു താല തീർപ്പ് കൽപ്പിക്കും നാളെ പരലോകത്ത്. ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് വിധി കൽപ്പിക്കുമെന്നത് അവർക്ക് താക്കീതായി പറയുകയാണ്. കാരണം മക്കാ മുശ്രിക്കുകൾ ഇങ്ങനെ കാണുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മില്ലത്ത് ഇബ്രാഹിമിലെ നബിയാണ് എന്ന് പറയുന്നുണ്ട്. ജൂതന്മാർ വേറൊരു കൂട്ടര് ഞങ്ങൾ അതിന്റെ ആളുകളാണെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. ആ തർക്കമൊക്കെ അള്ളാഹു താല എന്തായാലും തീർക്കും എന്ന് താക്കീത് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. അങ്ങനെ ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ കാര്യത്തിൽ ഉണ്ടാകാനിടയുള്ള ഒരു സംശയത്തിന് അള്ളാഹു താല പരിഹാരം ഉണ്ടാക്കുകയാണ് ഈ ആയത്തിലൂടെ ചെയ്യുന്നത്. അതിന്റെ ഇനി ഈ മില്ലത്ത് ഇബ്രാഹിം പിൻപറ്റാൻ വേണ്ടി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ചെയ്യേണ്ടത്, അത് അടുത്ത ആയത്തിലുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة ونظرا اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين.